നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളും പങ്കാളികളായില്ലേ? താങ്കളുടെ ജോലിക്ക് ഒരു പ്രശ്നവുമില്ല. ഓക്കെ സർ. അമ്മേ, കൈമൾ സാർ, ഞങ്ങൾ ഇറങ്ങുകയാ. സാവിത്രി മേഡത്തിന്റെ ആക്ടിംഗ് ഉജ്ജ്വലം. ശരി. മോനെ കാർത്തി, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ദൈവം ദേവമ്മയുടെ രൂപത്തിലും വരും. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഏത് വിധേനയെങ്കിലും നന്ദിനിയെ നാണം കെടുത്തണം, ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ചെമ്പകമംഗലത്ത് നിന്ന് നന്ദിനിയെ അടിച്ച് വെളിയിലാക്കണം. ഉണരുന്നതും ഉറങ്ങുന്നതും ആ ഒരു ചിന്തയോടുകൂടിയ. ഒടുവിലെ നിന്നെ രക്ഷിക്കാൻ ഈ നന്ദിനി തന്നെ വേണ്ടി വന്നു. അത് മറക്കാതിരുന്ന നിനക്ക് തന്നെ നല്ലത്. എവിടെ എത്ര കിട്ടിയാലും നന്നാവത്തില്ല. എന്നെ തല്ലണ്ടച്ചാ ഞാൻ നന്നാവത്തില്ല എന്ന മട്ട. മനസ്സ് നിറയെ അഴുക്ക. എത്ര കഴുകിയാലും അതൊന്നും ശുദ്ധിയാവില്ല. അവനവൻ തന്നെ അവനവനെ തിരുത്താൻ നോക്കണം. എന്നാ കുറെയൊക്കെ ശരിയാവും. എന്റെ പൊന്നുമോൾക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കില്ല, കുറ്റബോധവുമില്ല. അല്ലമ്മേ, എനിക്കൊരു സംശയം. ആ വീഡിയോ പെട്ടെന്ന് എങ്ങനെ ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയത്? അതെങ്ങനെ മാറ്റിയെടുത്തു? അല്ല, എനിക്കും അതിൽ അത്ഭുതം തോന്നി. എങ്ങനെയാ ഏട്ടത്തി അത് മാറ്റിയെടുത്തത്? അത് ഞാൻ പറയാം. ഇവക്ക് എന്തൊക്കെയോ ഐഡിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഇങ്ങനെയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതിലെ രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നന്ദിനി പറഞ്ഞിട്ടാ ഞാൻ സാവിത്രിയെ തല്ലിയത്. ഞാൻ തല്ലുന്നതിന്റെ വീഡിയോ ആരും കാണാതെയാ ഇവൾ ഒളിച്ചു നിന്ന് എടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.